തിരുവനന്തപുരത്ത് ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് BJPയുടെ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ബാരിക്കേഡുകൾ തള്ളി മാറ്റി മറികടക്കാനുള്ള BJP പ്രവർത്തകരുടെ ശ്രമം പുരോഗമിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയാണ് മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. TV പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടല്ലേ? അതുതന്നെയാണ് ആര്യ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. KPCC ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞ സ്ഥലത്ത് ബാരിക്കേഡ് വലിച്ച് പ്രവർത്തകർ റോഡിലേക്ക് ഇടുകയായിരുന്നു. ഒരു വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണത്തെ തുടർന്നാണ് ഒരു ഭാഗത്ത് പോലീസുമായി വാക്കേറ്റം ഉണ്ടായത്. ആ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് എത്തിയ ഒരു ഘട്ടത്തിൽ പിന്നീട് നേതാക്കൾ ഇടപെട്ട് അവരെ മാറ്റുകയായിരുന്നു. മറുഭാഗത്ത് ആ സമയത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. പിന്നീടാണ് നേതാക്കളെല്ലാം ഇടപെട്ട് പ്രവർത്തകരെ പിന്നോട്ടേക്ക് മാറ്റിയത്. വനിതാ പ്രവർത്തകർക്ക് നേരെ പുരുഷ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രവർത്തകർ ഉന്നയിച്ച ആരോപണം. അതിനിടയിൽ തന്നെ 2 ബാരിക്കേഡുകൾ വലിച്ച് റോഡിലേക്ക് ഇടുകയായിരുന്നു. അതിനകത്ത് പോലീസിന്റെ ഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്നതും കാണാമായിരുന്നു. നിരവധി പ്രവർത്തകർ, അതായത് മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യുന്നു, അപ്പുറം ഭാഗത്ത് മാർച്ച് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുരുഷ പോലീസുകാരാണോ സംഭവിച്ചത്? ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. പുരുഷ പോലീസാണ്. പുരുഷ പോലീസ് ഞങ്ങൾ കാണിച്ചു കൊടുത്തത്. ഇവനെ അടിച്ച് ആ വായിലാണ് എന്നെ അടിച്ചത്. അവനെ ചൂണ്ടി കാണിച്ചു തന്നപ്പോൾ മതിൽ ചാടി അപ്പുറത്തും പോയി. ഇതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. ഇവർക്ക് നേരെ കയ്യേറ്റമുണ്ടായതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. പോലീസുമായി നേർക്കുനേർ നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിശക്തമായ പ്രതിഷേധം KPCC ഓഫീസിന്റെ പുറത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. പോലീസിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യമാണ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ KPCC ഓഫീസിന്റെ മുന്നിലാണ് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞത്. അവിടേക്കെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റി അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തി. പിന്നാലെയാണ് മറുഭാഗത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയത്. അതിനിടയിലാണ് മറുഭാഗത്ത് നിന്ന് പ്രവർത്തകർ ബാരിക്കേഡിനിടയിലൂടെ തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുകയും ആ സമയത്ത് ഒരു വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് മർദ്ദിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ആ വനിതാ പ്രവർത്തകർ തന്നെ ഉയർത്തുന്നത്. അതിന് പിന്നാലെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇപ്പോഴും ആ സംഘർഷം പൂർണ്ണമായി അയഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇപ്പോൾ വിളിച്ചിട്ട് അവരുടെ ചെവിയിൽ കൂടി ചോര വരുന്നുണ്ട്. ആരാണ് അടിച്ച പോലീസുകാരവിടെ നിൽപ്പുണ്ട്. ഇതിൽ ആരെങ്കിലും വനിതാ പോലീസുകാരുണ്ടോ? ഇപ്പുറത്ത് നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരായിരിക്കും, അപ്പുറത്ത് നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരായിരിക്കും. ചെന്നിത്തലയുടെ പോലീസിനെ നിർത്തിക്കൊണ്ടാണ് BJPയുടെ സമരത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ അഭ്യാസം കാണിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയെ അടിക്കുക. ഇവിടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര കിണിഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. ഒരു സ്ത്രീയെ അടിച്ചു എന്നുള്ളത് ആരോപണമല്ല. അവരുടെ മുഖത്ത് പരിക്കുണ്ട്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമനാണ് ഇപ്പോൾ സംസാരിച്ചത്. ഗുരുതരമായ ആരോപണമാണ് പോലീസിനെതിരെ ഉന്നയിച്ചത്. ഒരു വനിതാ പ്രവർത്തകയെ മർദ്ദിച്ചു എന്ന ഗുരുതരമായ ആരോപണം. ഇവിടെ പുരുഷ പോലീസുകാർ മാത്രമേ ഉള്ളൂ. പുരുഷ പോലീസുകാർ എങ്ങനെയാണ് വനിതാ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് എന്ന ഗുരുതരമായ ആരോപണമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് റോഡിലേക്കുള്ള സ്ഥിതി ഉണ്ടായതും ഇപ്പോൾ ബാരിക്കേഡ് വെച്ച റോഡിന്റെ മറുഭാഗത്ത് കൂടി പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ്. ഗുരുതരമായ ആരോപണമാണ് BJP ഉന്നയിക്കുന്നത് എന്നതാണ്. അതിശക്തമായ പ്രതിഷേധം KPCC ഓഫീസിന് മുന്നിൽ നടക്കുന്നു. BJP പ്രവർത്തകർ സംഘടിതമായി എത്തി പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം വീണ്ടും തുടങ്ങുന്നു. മറുഭാഗത്ത് ഉദ്ഘാടന പ്രസംഗം അവസാനിക്കുന്നതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. BJP പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമുണ്ടാകുന്നു. അതിശക്തമായ സമരം, അതിശക്തമായ പ്രതിഷേധം KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഇന്നലെ ഡൽഹിയിലുണ്ടായ സംഘർഷം, അതിന്റെ പിന്നാലെ കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചന എന്നാരോപിച്ചാണ് ശക്തമായ പ്രതിഷേധം KPCC ഓഫീസിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ അറിയാം. 100 കണക്കിന് BJP പ്രവർത്തകരാണ് KPCC ഓഫീസിലേക്കുള്ള മാർച്ചിൽ പങ്കുചേരാനെത്തിയത്. പോലീസ് ബാരിക്കേഡ് വെച്ച് ഇവരെ തടഞ്ഞു. പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടായി. അതിനിടയിലാണ് പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നതും ഗുരുതരമായ ആരോപണം BJP പ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. മറുഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും
പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിലാണ്. ശക്തമായ പ്രതിഷേധം തിരുവനന്തപുരത്തേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്ന സംഘർഷത്തിനെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് സംഘർഷം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ്, ആസൂത്രിത നീക്കമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ആര്യ, പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോഷിപാൽ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കാൻ കച്ചകെട്ടി തന്നെയാണ് BJP പ്രവർത്തകർ ഇപ്പോൾ KPCC ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ പുരുഷ പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണം കൂടി വരുന്നത്. അപ്പോൾ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് BJP പ്രവർത്തകർ കടക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഉടനടി പ്രവർത്തകരെ അവിടെ നിന്ന് മടക്കി അയക്കാൻ, പിരിച്ചുവിടാൻ പോലീസ് നന്നേ പ്രയാസപ്പെടുമെന്നതാണ് സാഹചര്യം.